ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, പൊട്ടക്കിണറ്റിലെ തവളകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് അവയുടെ പ്രത്യേകത? ഒരു കുഴിയിൽ ആ ഇരുട്ടിൽ തട്ടിയും മുട്ടിയും ഒക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. എങ്കിലും തവളകൾ ഹാപ്പിയാണ്. എന്തുകൊണ്ട്? കിണറിന് പുറത്ത് വിശാലമായൊരു ലോകമുണ്ടെന്നോ അവിടെ വളരാനും ഉയരാനും ഒരുപാട് അവസരങ്ങളുണ്ട് എന്നും ഇവയ്ക്കറിയില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ആ ഇരുളിൽ, ആ കുഴിയിൽ ജീവിതം ഹോമിക്കപ്പെടാനാണ് അവയുടെ വിധി എന്ന് പറയുന്നത്. എന്തിന് ഇപ്പൊ ഇത് ഓർമ്മിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും. ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയാം. പൊട്ടക്കിണറ്റിലെ തവളകളായി നിങ്ങൾ മാറരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ മുമ്പിൽ വിശാലമായ ലോകമുണ്ട്. ഈ ലോകം നമുക്കായി കാത്തുവച്ചിരിക്കുന്ന നിരവധി അവസരങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന ആ അവസരങ്ങളെ കരുതലോടെ കൈക്കുമ്പിളിലാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക്പാലിന്റെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംബുഡ്സ്മാനെയും ലോക്പാലിനെയും കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. അവിടെ നമ്മൾ ചർച്ച ചെയ്ത് എന്താണ് ഓംബുഡ്സ്മാൻ, എന്താണ് ലോക്പാല്, ഈ ലോക്പാൽ നിയമം പാസാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നടന്ന മഹാപോരാട്ടങ്ങളുടെ കഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇതുവരെ ലോക്പാൽ പാസ്സായിട്ടില്ല. നമ്മൾ പറഞ്ഞ അത്രയും ക്ലാസ്സിനിടയിൽ നിങ്ങൾ അന്വേഷിച്ചാൽ ലോക്പാൽ പാസ്സായിട്ടില്ല. പക്ഷെ നിലവിൽ ലോക്പാൽ പാസ്സാക്കിയിട്ടുണ്ട്. ആ ലോക്പാൽ പാസ്സാക്കിയതിനെ കുറിച്ചും ആ ലോക്പാൽ നിലവിൽ വന്നതിനെ കുറിച്ചും ലോക്പാലിന്റെ ഘടനയെക്കുറിച്ചും അതിലെ അംഗങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെയാണ് വിശദമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരിക്ക് ലോക്പാലിന്റെ ഒരു കോർ ഏരിയയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്പാൽ ബില്ല് അത് പാസാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. നിരവധി തവണ പാർലമെന്റിൽ അവതരിപ്പിച്ച് പരാജയപ്പെട്ടതിന് ശേഷം നിരവധി പോരാട്ടങ്ങളുടെ ഫലമായിട്ട് ലോക്പാൽ എന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമായി. അപ്പോ അതിനെക്കുറിച്ചാണ്, ലോക്പാൽ ബില്ല് പാസാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലോക്പാൽ ബില്ല് ആദ്യം പാസാക്കിയത് രാജ്യസഭയിലാണ്. ലോക്പാൽ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2013 ഡിസംബർ മാസം 17-ാം തീയതി. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1968 ശാന്തി ഭൂഷൺ ആദ്യമായിട്ട് പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോഴും തട്ടാൻ തുടങ്ങിയ പന്താണ്. തട്ടി 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 അവസാനം ഗോളടിച്ചത് ഏത് വർഷമാണ്? 2013 ശരിക്ക് അവതരിപ്പിച്ചത്. ഗോളടിച്ചത് എന്ന് പറയണമെങ്കിൽ 2014 ആക്ട് പാസ്സായത്. 2019 ലോക്പാല് നിലവിൽ വരുന്നത്. അതിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, നിരവധി തവണ പാർലമെന്റിൽ അവതരിപ്പിച്ച് പരാജയപ്പെട്ട ലോക്പാൽ ബില്ല് 2013 ഡിസംബർ 17 ആദ്യം രാജ്യസഭ പാസ്സാക്കുന്നു. അതിന്റെ പിറ്റേ ദിവസം 2013 ഡിസംബർ 18 ലോക്പാൽ ബില്ല് ലോക്സഭ പാസാക്കുന്നു. രാഷ്ട്രപതി ഈ ബില്ല് ഒപ്പുവയ്ക്കുന്നത് 2014 ജാനുവരി മാസം 1-ാം തീയതി. ആ ഡേറ്റുകൾ ഒന്ന് മനസ്സിലാക്കുക. ലോക്പാൽ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2013 ഡിസംബർ 17, ലോകസഭ പാസാക്കിയത് 2013 ഡിസംബർ 18, രാഷ്ട്രപതി ആ ബില്ല് ഒപ്പുവയ്ക്കുന്നത് 2014 ജാനുവരി 1-ാം തീയതി രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ആ ബില്ല് ആക്റ്റായി മാറിയത്, അതായത് ലോക്പാൽ ബില്ല് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ലോക്പാൽ ആക്ട്
ഇനി ബില്ലെന്ന് പറയണ്ട, രാഷ്ട്രപതി ഒപ്പുവെച്ചു കഴിഞ്ഞു, ആക്റ്റായി മാറി. ആ ആക്ട് നിലവിൽ വന്നത് 2014 ജാനുവരി 16. 2014 ജാനുവരി 1 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. 2014 ജാനുവരി 16 ലോക്പാൽ ആക്ട് നിലവിൽ വരികയാണ്. ഇനി അടുത്ത ഡേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്. 2014 ജാനുവരി 16 നിലവിൽ വന്ന ലോക്പാൽ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ലോക്പാൽ സംവിധാനം നിലവിൽ വരുന്നത്, ലോക്പാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 2019 മാർച്ച് മാസം 19. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരികയാണ്, ഇന്ത്യയിൽ ലോക്പാൽ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2019 മാർച്ച് 19. ലോക്പാൽ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2019 മാർച്ച് 19. ലോക്പാൽ ആക്ട് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2014 ജാനുവരി 16. രണ്ടും രണ്ടാണ്. ലോക്പാൽ ആക്ട് നിലവിൽ വന്നത് 2014 ജാനുവരി 16. ലോക്പാൽ നിലവിൽ വന്നത് 2019 മാർച്ച് 19. അപ്പൊ ലോക്പാൽ ആക്ട് പാസാക്കി. ലോക്പാൽ ആക്ട് പ്രകാരം ലോക്പാൽ ഇന്ത്യയിൽ നിലവിൽ വന്നു. 2019 മാർച്ച് 19 ലോക്പാൽ നിലവിൽ വന്നു. ലോക്പാൽ എന്ത് സ്ഥാപനമാണ്? ഇത് ഭരണഘടനാ സ്ഥാപനമാണോ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണോ? പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് തന്നെയാണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ലോക്പാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ലോക്പാലിന്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ ന്യൂഡൽഹിയിലാണ്. ശ്രദ്ധിക്കണേ, ലോക്പാലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി ലോക്പാലിന്റെ ലോഗോ, അതിനൊരു ലോഗോ ഉണ്ട്. ആ ലോഗോ ഡിസൈൻ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ UP-കാരനായ ഉത്തർപ്രദേശുകാരനായ പ്രശാന്ത് മിശ്രയാണ്. ഉത്തർപ്രദേശുകാരനായ പ്രശാന്ത് മിശ്രയാണ് ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത്. ലോക്പാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ലോക്പാലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ പ്രശാന്ത് മിശ്രയാണ്. ഉത്തർപ്രദേശുകാരനായ പ്രശാന്ത് മിശ്ര. ഇനി ലോക്പാലിന്റെ ഒരു മോട്ടോ ഉണ്ട്, ഒരു ആപ്തവാക്യമുണ്ട്. എന്താണ് ലോക്പാലിന്റെ ആപ്തവാക്യം? മഗ്രത കസ്യ സിദ്ധനം. മഗ്രത കസ്യ സിദ്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃതമാണ്. മാഗ്രത കസ്യ സിദ്ധനം. അതിന്റെ അർത്ഥം ഡോണ്ട് ബി ഗ്രീഡി ഫോർ എനിവൺസ് വെൽത്ത്. അന്യന്റെ സമ്പത്തില് ആർത്തി പാടില്ല. അന്യന്റെ സമ്പത്ത് അങ്ങനെ അതിൽ എന്താ പറയുക, ആർത്തി കാണിക്കാൻ പാടില്ല. അന്യന്റെ സമ്പത്തിനോട് ആർത്തി കാണിക്കുമ്പോഴാണ് നമുക്ക് അഴിമതി ചെയ്യണമെന്ന് മോഹമുണ്ടാകുന്നത്. അന്യന്റെ പണം നമ്മുടെ പോക്കറ്റിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ അഴിമതിക്കാരനായി മാറുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മഗ്രത കസ്യ സിദ്ധനം എന്ന ആ ഒരു ആപ്തവാക്യം സ്വീകരിച്ചത്. അന്യന്റെ സമ്പത്തിൽ ആർത്തി പാടില്ല. ഡോണ്ട് ബി ഗ്രീഡി ഫോർ എനിവൺസ് വെൽത്ത്. ഡോണ്ട് ബി ഗ്രീഡി ഫോർ എനിവൺസ് വെൽത്ത് എന്നാണ് ഇതിലെ ആപ്തവാക്യം. ഇത് എവിടെ നിന്ന് കടം കൊണ്ടതാണ്? മാഗ്രത കസ്യ സിദ്ധനം എന്ന ആപ്തവാക്യം എവിടെ നിന്ന് കടം കൊണ്ടതാണെന്ന് ചോദിച്ചാൽ ഈശോവാസ്യോപനിഷത്തിൽ നിന്നാണ്. ഈശോവാസ്യോപനിഷത്തിൽ നിന്നാണ് ഇത് കടം കൊണ്ടത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ ചിഹ്നമൊക്കെ, ഇന്ത്യയുടെ ദേശീയ മുദ്രയൊക്കെ പഠിച്ചപ്പോ അതില് സത്യമേവ ജയതേ എന്ന ആലേഖനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സത്യമേവ ജയതേ എവിടെ നിന്ന് കടം വാങ്ങുന്നു ചോദിച്ചാൽ അത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞതുപോലെ മഗ്രത കസ്യ സിദ്ധനം എവിടുന്ന് കടം വാങ്ങുന്നു ചോദിച്ചാൽ ഈശോവാസ്യോപനിഷത്തിൽ നിന്നാണ്. ഈശോവാസ്യോപനിഷത്തിൽ നിന്നാണ് മഗ്രത കസ്യ സിദ്ധനം എന്ന് പറയുന്ന ആപ്തവാക്യം കടം കൊണ്ടത്. അതാണ് ഈ നമ്മുടെ ഏതിന്റെ ആപ്തവാക്യം? ലോക്പാലിന്റെ ആപ്തവാക്യം. ഇനി ലോക്പാലിന്റെ ഘടനയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ലോക്പാലിൽ എത്ര അംഗങ്ങളാണുള്ളത്? ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ലോക്പാലിൽ 9 അംഗങ്ങളുണ്ട്. ഒരു ചെയർമാനും 8 അംഗങ്ങളും. ഒരു ചെയർമാനും 8 അംഗങ്ങൾ. ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങൾ. ലോക്പാലിലെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നതാര്? അതായത് ലോക്പാലിനെ നിയമിക്കുന്നതാര്? ലോക്പാലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്.
പക്ഷെ രാഷ്ട്രപതി ലോക്പാലിനെ നിയമിക്കുന്നത് ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഒരു 5 അംഗ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ലോക്പാലിലെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കാനായി രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുന്നത് ഒരു 5 അംഗ കമ്മിറ്റിയാണ്. ആ 5 അംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ആ കമ്മിറ്റിയുടെ തലവൻ ആര് എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി. ഇത് പല കമ്മീഷൻ പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞു. ഇപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായാലും ദേശീയ വിവരാവകാശ കമ്മീഷനായാലും അതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്പാൽ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന അഥവാ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതും പ്രധാനമന്ത്രിയാണ്. ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്പാൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ 5 അംഗങ്ങളാണുള്ളത്. അതാരൊക്കെയാണെന്ന് നോക്കാം, കാരണം അത് പരീക്ഷയ്ക്ക് ചോദിക്കും. താഴെ പറയുന്നവരിൽ ലോക്പാൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര് അല്ലെങ്കിൽ ഉൾപ്പെട്ടതാര്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൊണ്ട് ആ 5 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പഠിക്കുക. പ്രധാനമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതിയിലെ നിലവിലെ ജഡ്ജിയോ ആകാം. ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരു ജഡ്ജി ആയാലും മതി. 4ാമത്തെ അംഗം. 5ാമത്തെ അംഗം പ്രഗത്ഭനായൊരു നിയമജ്ഞൻ. ആര് നിർദ്ദേശിക്കുന്ന? രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന. രാഷ്ട്രപതിയുടെ ശുപാർശ പ്രകാരം പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ലോക്പാൽ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്പാൽ അംഗങ്ങളെ നിയമിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ലോക്പാൽ അംഗങ്ങളെ നിയമിക്കുന്ന ആരെന്ന് വെച്ചാൽ രാഷ്ട്രപതി തന്നെയാണ്. പക്ഷെ ആ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഥവാ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയാണ് 5 അംഗങ്ങള്. അതാരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരു ജഡ്ജിയോ ആകാം. 4ാമൻ. 5ാമൻ രാഷ്ട്രപതി ശുപാർശ ചെയ്യുന്ന പ്രഗത്ഭനായ ഒരു നിയമജ്ഞൻ, എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഈ 5 പേര് ചേർന്നാണ് ലോക്പാൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇനി ഈ അംഗങ്ങളുടെ പ്രത്യേകതയിലേക്ക് നമുക്കൊന്ന് വരാം. ഒരു ചെയർമാനാണ് 9 അംഗങ്ങൾ. ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങൾ. അപ്പൊ ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങൾ. ചെയർമാനെ നമുക്ക് അങ്ങോട്ട് മാറ്റിയാൽ 8 പേര്. ആ 8 പേരിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ആ 8 പേര് ആരൊക്കെയാണ്? ആ 8ല് 50% ജുഡീഷ്യൽ അംഗങ്ങളും 50% നോൺ ജുഡീഷ്യൽ അംഗങ്ങളും. പകുതി എന്ന് പറഞ്ഞാൽ 4 ജുഡീഷ്യൽ അംഗങ്ങളും 4 നോൺ ജുഡീഷ്യൽ അംഗങ്ങളുമായിരിക്കണം. അതാരൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമ്മൾ ചെയർമാൻ മുതൽ തുടങ്ങാം. ചെയർമാന്റെ യോഗ്യത എന്താണ്? ലോക്പാൽ ചെയർമാന്റെ യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ വിരമിച്ച ജഡ്ജിയോ ആകാം. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആകാം. അതായത് നമ്മൾ എവിടെ പഠിച്ചതാണ്? ഓർമ്മയുണ്ടോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെ യോഗ്യത എന്ന് ചോദിച്ചാൽ സെയിം അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ യോഗ്യത എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആകാം. അത് തന്നെയാണ് ലോക്പാൽ ചെയർമാന്റെ യോഗ്യത. അപ്പൊ യോഗ്യതയായി കഴിഞ്ഞു. പക്ഷെ ഇവിടെ 1-2 കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർക്കണം. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ ഒരു ജഡ്ജിയോ ലോക്പാൽ ചെയർമാൻ ആകാം. പക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ സുപ്രീം കോടതി വിരമിച്ച ഒരു ജഡ്ജി ആയതുകൊണ്ട് മാത്രം ലോക്പാലിന്റെ ചെയർമാൻ ആകാൻ കഴിയില്ല. 1-2 കാര്യങ്ങളും കൂടി അവിടെ പാലിക്കപ്പെട്ടിരിക്കണം. അതായത് ഇങ്ങനെ ഒരു ജഡ്ജിയെ നിയമിക്കുമ്പോൾ അദ്ദേഹം ആരായിരിക്കണം? ഒരു പൊതുസമ്മതനായിരിക്കണം, പബ്ലിക് അക്സെപ്റ്റൻസ് ഉള്ള വ്യക്തിയായിരിക്കണം.
എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മാർക്കും ഉള്ള ആളാകരുത് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആരായിരിക്കണം? ഒരു പൊതുസമ്മതനായിരിക്കണം, പബ്ലിക് അക്സെപ്റ്റൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. ഒരു കാര്യം കൂടെ ഓർക്കണം, അതായത് അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയും ആയിരിക്കണം. അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയും ആയിരിക്കണം ഈ ചെയർമാനായി വരുന്ന. അഴിമതി വിരുദ്ധ പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ നയവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഏതെങ്കിലും വിജിലൻസ് കമ്മീഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻസുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബാങ്കിങ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഈ അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി പരിചയമുള്ള ആളുകൂടി ആയിരിക്കണം എന്നുകൂടി ഓർക്കണം. ആര്? നമ്മുടെ ചെയർമാൻ. അപ്പൊ ചെയർമാന്റെ യോഗ്യത എന്ത് എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ എന്ന് പറഞ്ഞാൽ മതി. അതിനോടൊപ്പം നമ്മൾ 2 പോയിന്റ് കൂടി പറഞ്ഞു. അദ്ദേഹം ഒരു പൊതുസമ്മതനായിരിക്കണം, അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കണം ചെയർമാനായി നിയമിക്കപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ചെയർമാൻ എങ്ങോട്ടേക്ക് മാറ്റി നിർത്താം നമുക്ക്? ഇനി 8 പേരില്ലേ? 8 പേരിൽ 4 പേര് ജുഡീഷ്യൽ അംഗങ്ങളല്ലേ, 4 പേര് നോൺ ജുഡീഷ്യൽ അംഗങ്ങളല്ലേ? അപ്പൊ 4 പേര് ജുഡീഷ്യൽ അംഗങ്ങൾ, അവരുടെ യോഗ്യത എന്താണെന്ന് പറയുക? ലോക്പാലിലെ ജുഡീഷ്യൽ അംഗങ്ങളുടെ യോഗ്യത എന്തെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയോ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. ഈ 4 പേരില്. ഈ 4 പേര് ആരൊക്കെ ആയിരിക്കണം? ഒന്നുകിൽ സുപ്രീം കോടതിയിൽ വിരമിച്ച ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ്. രണ്ടും ഈക്വൽ സ്റ്റാറ്റസ് അല്ലേ? സുപ്രീം കോടതി ജഡ്ജി ഈസ് ഈക്വൽ ടു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നമുക്കറിയാം, ശമ്പളത്തിന്റെ കാര്യത്തിലായാലും സ്റ്റാറ്റസിന്റെ കാര്യത്തിലായാലും തുല്യമാണ്. അപ്പൊ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയോ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം ഈ 4 ജുഡീഷ്യൽ അംഗങ്ങളിലുള്ള ആൾക്കാര്. ഇനി 4 നോൺ ജുഡീഷ്യൽ അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ജുഡീഷ്യറിൽ നിന്ന് അല്ലാതെ 4 പേര്. അതിൽ ഒന്ന് SC കാരൻ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് ഒരാള്, ST കാരൻ ഷെഡ്യൂൾ ട്രൈബിൽ നിന്ന് ഒരാള്, അല്ലെങ്കിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരാള്, പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരാള്, OBCയിൽ നിന്ന് പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഒരാള്, മൈനോറിറ്റി വിഭാഗത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാള്. 4 പേരായില്ലേ? പട്ടികജാതി വിഭാഗത്തിൽ നിന്ന്, പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന്, പിന്നാക്ക വിഭാഗത്തിൽ നിന്ന്, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഓരോരുത്തര്. അപ്പൊ 4 പേരായി. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയണം, ഇതിൽ ഒരു വനിത നിർബന്ധമായിരിക്കണം. അപ്പൊ ഇതിലാര്? 4 പേരുള്ളതില് ഒരു വനിത നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അത് SC നാകാം, ST നാകാം, OBC നാകാം, മൈനോറിറ്റി നാകാം, എന്തുമാകാം. ഒരു വനിത നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇനി ഈ അംഗങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരനോ അല്ലെങ്കിൽ കാര്യോ, ഏതെങ്കിലും ഒരു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയോ, പിന്നാക്ക വിഭാഗത്തിൽ നിന്നൊരു വ്യക്തിയോ, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരു വ്യക്തിയോ ആയാൽ മാത്രം പോരാ. അവർക്ക് എന്ത് യോഗ്യത ഉണ്ടായിരിക്കണം? അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തികളായിരിക്കണം. അതായത് നമ്മൾ നേരത്തെ ചെയർമാന്റെ യോഗ്യതയിൽ നമ്മൾ ഈ കാര്യം കൂടെ പറഞ്ഞല്ലോ. അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് പൊതുസമ്മതനായിരിക്കണമെന്ന് പറഞ്ഞു. അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ അവസാനം പറഞ്ഞ പോയിന്റ് ഇവർക്ക് ബാധകമാണ്. നോൺ ജുഡീഷ്യൽ അംഗങ്ങൾക്ക് ബാധകമാണ്. അഴിമതി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കണം. ഇനി ലോക്പാൽ അംഗങ്ങളുടെ കുറഞ്ഞ പ്രായപരിധി എത്ര വയസ്സായ ആളിന് മാത്രമേ ലോക്പാൽ അംഗമാകാൻ കഴിയുള്ളൂ? 45 വയസ്സ്. 45 വയസ്സെങ്കിലും പൂർത്തിയാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ ലോക്പാൽ അംഗമാകാൻ കഴിയുകയുള്ളൂ. ലോക്പാൽ അംഗങ്ങളുടെ കാലാവധിയോ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. പഴയ
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി. പുതിയതല്ല, പുതിയത് 3 വർഷം 70 വയസ്സാണ് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് പഴയത്. അത് തന്നെയാണ് ഇപ്പം നിലവില് ലോക്പാൽ. അപ്പൊ ലോക്പാൽ അംഗങ്ങളുടെ കാലാവധി എത്ര? 5 വർഷമോ 70 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്. ഇനി ലോക്പാൽ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ഒക്കെ ആര് തന്നെയാണ്? രാഷ്ട്രപതി. അപ്പോൾ അവിടെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണേ. അവസാനം പറഞ്ഞ പോയിന്റിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഓരോന്നായിട്ട് നമ്മൾ പറയാം. ലോക്പാൽ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്ക്? നിയമിക്കുന്ന ആളിനല്ലേ രാജിക്കത്ത് കൊടുക്കേണ്ടത്? നിയമിക്കുന്നത് രാഷ്ട്രപതിയല്ലേ? അപ്പൊ ലോക്പാൽ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്. ലോക്പാൽ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക്? രാഷ്ട്രപതിക്ക്. ഇനി ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആര്? രാഷ്ട്രപതിയാണ്. പക്ഷെ അവിടെ ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി എന്ന് പറയുക. രാഷ്ട്രപതിയുടെ ഒരു ഓർഡറിലൂടെയാണ് അവരെ നീക്കം ചെയ്യുന്നത്. പക്ഷെ അതിലൊരു പ്രോസസ് ഉണ്ട്, അതുകൂടി നിങ്ങൾ ഓർക്കണം. ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിന് ഒരു നടപടിക്രമം എന്ന് പറയുന്നത് പാർലമെന്റിലെ കുറഞ്ഞത് 100 അംഗങ്ങൾ ഒപ്പിട്ട ഒരു പരാതി സുപ്രീം കോടതിയിലെത്തണം. ആദ്യം നടപടി ഇതാണ്. ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യണമെങ്കിൽ പാർലമെന്റിലെ ഏറ്റവും കുറഞ്ഞത് 100 അംഗങ്ങൾ ഒപ്പിട്ട ഒരു പരാതി സുപ്രീം കോടതിയിലെത്തുന്നു. സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ആ പരാതിയിന്മേൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു, എൻക്വയറി കമ്മീഷനെ. അതായത് ഈ പറയുന്നതിൽ കഴമ്പുണ്ടോ, ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു. ആ അന്വേഷണ കമ്മീഷൻ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് ഒരു നിർദ്ദേശം കൊടുക്കും ആ അംഗത്തെ നീക്കം ചെയ്യാൻ. രാഷ്ട്രപതിക്ക് ഒരു നിർദ്ദേശം കൊടുക്കും ആ അംഗത്തെ നീക്കം ചെയ്യാൻ. അങ്ങനെ സുപ്രീം കോടതിയുടെ ശുപാർശ ലഭിച്ചു കഴിഞ്ഞാൽ ലോക്പാൽ അംഗത്തെ രാഷ്ട്രപതി എത്ര സമയത്തിനുള്ളിൽ നീക്കം ചെയ്യണം എന്ന് ചോദിച്ചാൽ 3 മാസത്തിനുള്ളിൽ നീക്കം ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതാര്? അങ്ങനെ ഒറ്റ ചോദ്യം ചോദിച്ചാൽ രാഷ്ട്രപതി. ഇനി നീക്കം ചെയ്യുന്നതിന് ഒരു നടപടിക്രമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാർലമെന്റിലെ കുറഞ്ഞത് 100 അംഗങ്ങൾ ഒപ്പിട്ട ഒരു പരാതി സുപ്രീം കോടതിയുടെ മുമ്പിലെത്തുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു. അന്വേഷണ കമ്മീഷൻ ഇവരെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിക്ക് ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ, ഈ ഏതെങ്കിലും ഒരു അംഗത്തെയോ അല്ലെങ്കിൽ അംഗങ്ങളെയോ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ശുപാർശ നൽകി കഴിഞ്ഞാൽ, സുപ്രീം കോടതിക്ക് ശുപാർശ നൽകി കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതിക്ക് ഉടൻ തന്നെ ഒരു നിർദ്ദേശം കൊടുക്കുന്നു, ഈ അംഗത്തെ അഥവാ അംഗങ്ങളെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതി ലോക്പാൽ അംഗത്തെ നീക്കം ചെയ്യണം എന്ന് ചോദിച്ചാൽ 3 മാസത്തിനുള്ളിൽ. ക്ലിയർ ആയോ? ഇനി ഒരു ചോദ്യം കൂടെ വരാൻ വേണമെങ്കിൽ, നോക്കൂ, ഈ ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് എന്ത് കാരണത്താലാണ്? ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ പറയുക. മിസ്ബിഹേവിയർ, ഇൻകേപ്പബിലിറ്റി. 2 കാരണങ്ങളാണ്. മിസ്ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്വഭാവ ദൂഷ്യം, അതായത് ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്യുന്നത്. മിസ്ബിഹേവിയർ അത് ഒരു കാരണം. ഇൻകേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനം വഹിക്കാൻ തീരെ യോഗ്യനല്ല, ഈ സ്ഥാനം വഹിക്കാൻ മാനസികമായോ ശാരീരികമായോ ഒന്നും യോഗ്യതയില്ല ഈ വ്യക്തിക്ക്. ഈ 2 സാഹചര്യങ്ങളിലാണ് ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്. മിസ്ബിഹേവിയർ, ഇൻകേപ്പബിലിറ്റി. നീക്കം ചെയ്യുന്നത് ആര്? രാഷ്ട്രപതി, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. സുപ്രീം കോടതി എങ്ങനെ നിർദ്ദേശിക്കണമെങ്കിൽ പാർലമെന്റിലെ കുറഞ്ഞത് 100 അംഗങ്ങൾ സുപ്രീം കോടതിക്ക് പരാതി നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ അന്വേഷണ കമ്മീഷൻ നിയമിക്കണം. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും ഈ പരാതിക്ക് അനുകൂലമായി വരികയാണെങ്കിൽ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നു. നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ രാഷ്ട്രപതി നീക്കം ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി
നമ്മൾ ലോക്പാൽ അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളം എത്ര? പ്രതിമാസ ശമ്പളം എന്ന് പറഞ്ഞാൽ ചെയർമാന്റെ ശമ്പളമല്ല മറ്റംഗങ്ങൾക്ക് നൽകുന്നത്. ഈ ശമ്പളം എത്ര എന്ന് ചോദിച്ചാല് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. യോഗ്യത നോക്കിയാൽ മതി. ആരെയാണ് നിയമിക്കുന്നത് നോക്കിയാൽ മതി. ആ യോഗ്യതയ്ക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാണ് അത് തന്നെയാണ്. അപ്പൊ നമ്മൾ യോഗ്യത പറഞ്ഞ എന്താണ്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളമാണ് ലോക്പാൽ ചെയർമാന്റെ ശമ്പളം. കാരണം ചെയർമാനായി നിയമിക്കുന്നത് സുപ്രീം കോടതി വിരമിച്ച ചീഫ് ജസ്റ്റിസിനെയോ ജഡ്ജിയോ. അപ്പൊ ആദ്യം പറഞ്ഞു എടുക്കുക ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം അഥവാ 2,80,000. അപ്പൊ മറ്റംഗങ്ങളുടെ ശമ്പളം എന്തായിരിക്കും? സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം 2,50,000. സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം അഥവാ 2,50,000 ലോക്പാലിലെ മറ്റംഗങ്ങളുടെ ശമ്പളം. ലോക്പാൽ ചെയർമാന്റെ ശമ്പളമാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളത്തിന് തുല്യം അഥവാ 2,80,000. ഇനി നോക്കൂ, ലോക്പാൽ അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ്? ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ശമ്പളം നൽകുന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സഞ്ചിത നിധി, ഏകീകൃത സാമ്പത്തിക നിധി. ഇന്ത്യൻ ഭരണഘടനയിലെ 266 വകുപ്പിൽ പറഞ്ഞിരിക്കുന്നു സഞ്ചിത നിധിയെ കുറിച്ച്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇനി 1-2 പ്രധാന ചോദ്യങ്ങളും കൂടെ നമുക്ക് ഇവിടെ പഠിക്കാം. ലോക്പാലിന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? 2019 ലോക്പാൽ നിലവിൽ വന്നപ്പോ ലോക്പാലിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു വെച്ചാൽ പിനാക്കി ചന്ദ്രഘോഷ് ആണ്. പിനാക്കി ചന്ദ്രഘോഷ് ആണ് ലോക്പാലിന്റെ ആദ്യ ചെയർമാൻ. എന്നാൽ ലോക്പാലിന്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. അജയ് മാണിക് റാവു ഖാൻവിൽക്കർ ആണ് നിലവിലെ ലോക്പാലിന്റെ ചെയർമാൻ. രണ്ടുപേരും മറന്നു പോകരുത്. ലോക്പാലിന്റെ ആദ്യ ചെയർമാൻ ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാം, പിനാക്കി ചന്ദ്രഘോഷ്, PC ഘോഷ് എന്ന് ചുരുക്കി പറയാം. എന്നാൽ നിലവിലെ ചെയർമാൻ, ലോക്പാലിന്റെ നിലവിലെ ചെയർമാൻ അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. അതായത് ആരാണ്? നിലവിലെ ചെയർമാനാണ് അജയ് മാണിക് റാവു ഖാൻവിൽക്കർ ആണ് നിലവിലെ ചെയർമാൻ. എന്നാൽ ആദ്യ ചെയർമാൻ പിനാക്കി ചന്ദ്രഘോഷ്. ഇനി ജുഡീഷ്യൽ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ അംഗമാരായിരുന്നു അഭിലാഷാ കുമാരി ആയിരുന്നു. ജുഡീഷ്യൽ ഭാഗത്ത് നിന്നുള്ള ആദ്യ വനിതാ അംഗം. അങ്ങനെയാണെങ്കിൽ നോൺ ജുഡീഷ്യൽ ഭാഗത്ത് നിന്നുള്ള ആദ്യ വനിതാ അംഗമാരായിരുന്നു അർച്ചന രാമസുന്ദരം. അർച്ചന രാമസുന്ദരമാണ് നോൺ ജുഡീഷ്യൽ ഭാഗത്ത് നിന്നുള്ള ആദ്യ വനിതാ അംഗം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ലോക്പാലിനെ കുറിച്ചാണ്. ലോക്പാല് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ലോകായുക്തയെ കുറിച്ച് ആണ് പഠിക്കേണ്ടത്. അത് അടുത്തൊരു ക്ലാസ്സിൽ വിശദമായി നമുക്ക് ലോകായുക്തയെ കുറിച്ച് പഠിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ലോക്പാലിനെ കുറിച്ച് 2 ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. എല്ലാം നന്നായി പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി ലോകായുക്തയും കൂടെ പഠിക്കുമ്പോഴാണ് ഈ ഏരിയ പൂർണ്ണമാകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.